ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്നാ പറയുന്നു? അപ്പോൾ ഞാനിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു തലക്കറിയാണ്. കാളാഞ്ചി മീനാണ് ഞാനിവിടെ തലക്കറി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും ഉലുവായും കൂടെ പൊട്ടിക്കണേ. കടുകും ഉലുവായും കൂടെ പൊട്ടി വരുമ്പോഴത്തേന് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകണം ഇതെല്ലാം. ഇനി ഇപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഞാൻ പൊടിയായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഇതിൽ ചേർക്കത്തില്ല. ഞാനൊരു 4 സ്പൂണ് മുളക് പൊടിയും പിന്നെ അര സ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തേക്കുന്നത്. പൊടികൾ ചേർത്തതിന് ശേഷം ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ആദ്യമേ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ കൂട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, എണ്ണ തെളിയുന്നിടം വരെ. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേന് ബാക്കി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുടംപുളിയും കൂടെ ചേർക്കാം. ഞാനൊരു 4 കുടംപുളി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഈ കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാവേ. എനിക്കാണെങ്കിൽ തലക്കറി ആണെങ്കിലും സാധാ മീൻകറി ആണെങ്കിലും വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് എരിവും പുളിയൊക്കെ മുമ്പോട്ട് തന്നെ നിൽക്കണം. അത് മസ്റ്റാണ്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഞാനൊരു തിരുവല്ലക്കാരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണം കറിക്കൊക്കെ ആണെങ്കിൽ. മീനെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില വാരി വിതറിയേക്കണേ. അത് പിന്നെ സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. എന്നിട്ട് മീനൊന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. അപ്പം നല്ല അടിപൊളി തലക്കറി റെഡി ആയിട്ടുണ്ടേ. തലക്കറി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു ചൂട് കപ്പ വേവിച്ചതോ അല്ലെങ്കിൽ ചക്ക വേവിച്ചതോ കാണും. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ചക്ക വേവിച്ചതാണ്. അപ്പോൾ ചൂട് ചക്ക വേവിച്ചത് വാഴയിലയിലോട്ടിട്ടിട്ട് കുറച്ച് മീൻകറി, ചൂടോടെ മീൻകറിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു. എന്നിട്ട് കുറച്ചെടുത്തിട്ട് കഴിക്കുക കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. തനി നാടൻ റെസിപ്പീസ് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു റെസിപ്പി ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്.